പിണറായിക്കെതിരെ പോരാടുന്ന, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ പോരാടുന്ന, ഇവരെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്ന ഏത് രാഷ്ട്രീയ നേതാവിനും പ്രാഥമികമായി ഉണ്ടാകുന്നൊരു വിവരമാണ് അതിനെതിരെയുള്ള സകല വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത്. അപ്പോൾ PV അൻവറിനെ പോലുള്ള ഒരാളുടെ വോട്ട് നിലമ്പൂരിൽ വേണ്ട എന്ന് വെക്കണമെങ്കിൽ അത്രമാത്രം സതീശൻ്റെ മേൽ ഒരു കുടുക്ക് വന്നിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അത് കാര്യഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമാണത്. ഈ PV അൻവർ പിണറായിക്കെതിരെ സംസാരിച്ചു തുടങ്ങിയ നാളുകളിൽ നിരന്തരം പത്രസമ്മേളനങ്ങൾ, പിണറായിക്കെതിരെ, അജിത് കുമാറിനെതിരെ, ഇങ്ങനെ സോളാർ വിഷയത്തിലും പല വിഷയത്തിലും ഒത്തിരിയേറെ പത്രസമ്മേളനം നടത്തി ഒത്തിരി ആരോപണം ഉന്നയിക്കുക മാത്രമല്ല തെളിവുകൾ, എവിഡൻസ് പുറത്തുവിടുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള നാളുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർക്കണം. അൻവറിനെ അടുപ്പിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിക്ക് പിന്നിൽ പിണറായിയുടെ ഭീഷണിയുണ്ട്. എന്തിന് പിണറായിയുടെ ഭീഷണിക്ക് വിധേയപ്പെടണമെന്ന് ചിന്തിക്കാം. കോൺഗ്രസ്സിന് വളരെ ദോഷമാണെന്ന് തീരുമാനമെടുക്കുന്നതിന് സതീശനെ പ്രേരിപ്പിക്കാൻ പിണറായിക്ക് എന്ത് കാര്യം? പിണറായിക്ക് എന്തിനു സതീശൻ വിധേയപ്പെടണം? പിണറായിയുടെ ഏറ്റുമുട്ടലല്ലേ സതീശൻ നടത്തുന്നത് എന്ന് ചിലർക്ക് ചിന്തിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. വ്യക്തിപരമായി കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്തായാലും വ്യക്തിപരമായി സതീശന് സ്വന്തം തടി ഉയരാൻ നോക്കുന്നുണ്ട്. പിണറായി വിചാരിച്ച ഏത് സമയവും സതീശനെ പൂട്ടാവുന്ന തുരുപ്പ് ചീട്ട് പിണറായിയുടെ കയ്യിലുണ്ട്. കാര്യം എന്താണ്? ഞാൻ വിശദമായിട്ട് പറയാം. അജിത് കുമാറിൻ്റെ കോപ്രായങ്ങൾ മാത്രം നിരത്തി വെക്കുന്നതിനിടയിൽ, നിരന്തരം പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ഇടയിൽ, പ്രത്യേകിച്ച് VD സതീശനോട് ആരോടും പക കൊണ്ട് പറഞ്ഞതല്ല. അൻവർ പറഞ്ഞൊരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. നിയമസഭയിൽ അൻവർ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശനെതിരെ തെളിവുകൾ നിരത്തിക്കൊണ്ട് അഴിമതി ആരോപണം ഉന്നയിച്ചു. അതിനെക്കുറിച്ച് ഒരാൾ വിജിലൻസ് കോടതിയിൽ പരാതിപ്പെട്ടു. വിജിലൻസ് കോടതി അത് പരിഗണിച്ചിട്ട് ക്രൈംബ്രാഞ്ചിനോട് അന്വേഷിക്കാൻ ഉത്തരവിട്ടു. റിപ്പോർട്ട് കൊടുക്കേണ്ട സമയത്ത് ഈ അജിത് കുമാർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു യാതൊരു തെളിവും ഇല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ റിപ്പോർട്ട് കൊടുത്തു. ഓക്കെ. അതിനെക്കുറിച്ച് അൻവർ ആരോപിക്കുന്ന പ്രത്യേക കാര്യം ഇതാണ്. പരാതിക്കാരനായ നിയമസഭയിൽ തെളിവുകൾ വെച്ച് പരാതിപ്പെട്ട പരാതിക്കാരനായ MLAയുടെ മൊഴിയെടുക്കുക പോലും ചെയ്യാതെ, പ്രാഥമിക ചെയ്യേണ്ട കാര്യം അതല്ലേ, ആ മൊഴിയെടുക്കുക പോലും ചെയ്യാതെ കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അജിത് കുമാർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ പിണറായിക്ക് വേണ്ടിയാണ് അജിത് കുമാർ ചെയ്തത്. പിണറായിയുടെ ശിങ്കിടിയായ അജിത് കുമാറിന് സതീശനെ രക്ഷിക്കേണ്ട സതീശനോട് പ്രത്യേക കൂറൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണത്? പിണറായിയും സതീശനും ഒത്തുകളിയാണ് ഇക്കാര്യം നടന്നത്, സതീശൻ തടി ഉയരാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നിച്ച് യോജിച്ചൊന്നും പോകുകയല്ല, എന്നും കശപിശ, എന്നും ബഹളമല്ലേ, പരസ്പരം പോരാട്ടമല്ലെന്നൊക്കെ ചില വിവരദോഷികളെ ചിന്തിക്കുന്നുള്ളൂ. ബുദ്ധിയുള്ളവർക്ക്, അരിയാഹാരം കഴിക്കുന്ന ആർക്ക് മനസ്സിലാവും പിണറായി സതീശനുള്ള ഒത്തുകളികൾ. ഈ നിയമസഭയിൽ മുനമ്പം പ്രശ്നത്തിൽ ഈ പ്രതിപക്ഷ നേതാവ് സതീശനും പിണറായി ഒത്തുചേർന്നല്ലേ രഹസ്യമായിട്ട് പ്രമേയം പാസ്സാക്കിയത്. ആ പാവപ്പെട്ട മനുഷ്യരുടെ ദയനീയമായ സ്ഥിതിയിലായി അകപ്പെട്ട പാവപ്പെട്ട മനുഷ്യരോട് കരുണ കാണിക്കാതെ, ഒരു മാധ്യമത്തിൽ ഇപ്പോൾ ഒരു വാർത്ത വരാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ചോർത്തിയെടുത്ത് പുറത്ത് പറയാത്ത വിധത്തിൽ രഹസ്യമായിട്ട്, അതീവ രഹസ്യമായിട്ട് നിയമസഭയിൽ ഈ പിണറായി സതീശന് ഒന്നിച്ച് പ്രമേയം പാസ്സാക്കി യൂണിയൻ കൂടി കേന്ദ്രത്തിലേക്ക് അയച്ചെങ്കിലേ ഇവർ പലതരത്തിൽ യൂണിയനാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അൻവർ ഇത് വളരെ തെളിവോടുകൂടി മുമ്പ് പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞപ്പോൾ അജിത് കുമാറിനെതിരെ പറഞ്ഞതാണെങ്കിലും സതീശൻ ഇന്ന് വരെയും മാസങ്ങളേറെ കഴിഞ്ഞിട്ട് നാളിതുവരെയും അത് നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. KC വേണുഗോപാലിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് വരെ KC വേണുഗോപാൽ നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല, നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെല്ലാം പിണറായിയുടെ കക്ഷത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായിയുടെ കക്ഷത്തിൽ തലവെച്ചു കൊടുത്ത അവസ്ഥ സതീശനുള്ളത് കൊണ്ട്, രേഖകളെല്ലാം തെളിവുകളടക്കം പിണറായിയുടെ കയ്യിലുള്ളത് കൊണ്ട് അൻവറിനെ അടുപ്പിക്കരുതെന്ന് പിണറായി കൽപ്പിച്ചാൽ മിണ്ടാതിരുന്നേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ സതീശന്. അങ്ങനെ പിണറായിയുടെ ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം ഇവിടെ വിജയിച്ചു. അതാണ് ഈ ഇത്ര വോട്ട് കിട്ടുന്നത് പോലും വേണ്ട എന്ന് വെച്ച് സതീശൻ കോൺഗ്രസ് തോറ്റാലും തനിക്ക് രാഷ്ട്രീയ ഭാവി ഉറപ്പാക്കണമെന്ന് ചിന്തിച്ചാണ് നിലകൊള്ളുന്നത്. ഇത് വളരെ വസ്തുതയാണ്, തെളിവുകളുള്ള കാര്യങ്ങളാണ്, എൻ്റെ പുതിയ കണ്ടെത്തലൊന്നുമല്ല. ആ നാളുകളിൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു പക്ഷം ചേർന്നല്ല ഈ ADGP അജിത് കുമാറിനെതിരെയുള്ള യാഥാർത്ഥ്യങ്ങളെല്ലാം എടുത്ത് തെളിവോടെ നിരത്തുന്ന സമയമായിരുന്നു. ഇനി മറ്റു കാര്യം ചിന്തിക്കണം. വേണുഗോപാൽ എന്താണ് അൻവറിനെ എടുക്കണമെന്ന് തോന്നാൻ കാരണം? കേരളത്തിൽ വളരെ ശക്തമായി ഇതിനെ ഓപ്പോസ് ചെയ്ത് ഓപ്പോസിഷൻ ലീഡർ നിൽക്കുമ്പോൾ കോഴിക്കോട്ട് വന്ന വേണുഗോപാൽ അൻവറിനെ സംസാരിക്കാൻ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചതും പിന്നെ ക്യാൻസലാക്കിയതുമാണ്. എന്തുകൊണ്ട് ഇടപെടണം? വേണുഗോപാലിന് അൻവറിനെ അനുനയിപ്പിച്ചെത്തേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ?
അൻവർ പിണറായിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ച് രംഗത്ത് നാളുകളിൽ പറഞ്ഞ പത്രസമ്മേളനം ഒന്ന് ഓർത്ത് നോക്കണം. അന്ന് സോളാർ നായികയെക്കുറിച്ച് അജിത് കുമാറിനെ കുറിച്ചൊക്കെ ഒത്തിരിയേറെ ഈ അൻവർ പറഞ്ഞതാണ്. അപ്പോൾ അൻവർ പറഞ്ഞൊരു കാര്യമാണ്, സോളാർ വിഷയത്തിൽ CBI അന്വേഷണം നടക്കുന്ന സമയത്ത് സോളാർ നായികയെ കൊണ്ട് കള്ളമൊഴി കൊടുപ്പിക്കാൻ ADGP ആയിരുന്ന അജിത് കുമാർ വളരെയേറെ പരിശീലനം കൊടുത്തു. അങ്ങനെ വളരെയേറെ പരിശീലിപ്പിച്ച് നുണ പറയിപ്പിച്ച് കള്ളമൊഴി കൊടുപ്പിച്ച് വേണുഗോപാലിനെ കേസിൽ നിന്ന് ഊരിയെന്ന്. ഈ സോളാർ അഴിമതി നടക്കുന്ന കാലമൊക്കെ നമുക്കറിയാമല്ലോ. അന്ന് കേന്ദ്രത്തിൽ സഹമന്ത്രിയോ മറ്റായിരുന്നു വേണുഗോപാൽ, വ്യോമയാന സഹമന്ത്രിയോ മറ്റോ അല്ലേ. അപ്പോൾ ആ നാളുകളിൽ സോളാർ അഴിമതിയായിട്ടും ബന്ധമുണ്ടെന്നും ഈ സോളാർ പരാതിക്കാരിയുമായിട്ടൊക്കെ അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്നുള്ള വ്യാപകമായതാണ്. ആ വാട്സാപ്പ് ചാറ്റുകൾ മറ്റ് പല എവിഡൻസൊക്കെ അന്ന് പുറത്ത് വന്നതാണ്. പക്ഷേ അജിത് കുമാറിൻ്റെ കുതന്ത്രങ്ങളും ഈ അഴിമതികളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടുവരാനുള്ള തെളിവെല്ലാം ശേഖരിച്ച് വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ അൻവർ പറഞ്ഞതാണ്, ഇങ്ങനെ KC വേണുഗോപാൽ അജിത് കുമാറിനെ കൊണ്ട് ഇവളെ സ്വാധീനിച്ച് കള്ളമൊഴി കൊടുപ്പിച്ചു എന്ന്. അതിന് അജിത് കുമാറിന് കോടികൾ, എത്രയോ അനേക കോടികൾ കൊടുത്തു. ഈ അനേക കോടികൾ കൊണ്ടാണ് തിരുവനന്തപുരത്ത് കവടിയാറിൽ ഈ അജിത് കുമാർ ഫ്ലാറ്റ് വാങ്ങിയതെന്നും ഇടയ്ക്ക് ഈ അൻവർ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെ അൻവറിൻ്റെ കയ്യിലിരിക്കുമ്പോൾ അൻവറിനെ പ്രകോപിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കേസിക്കെതിരെ ആരോപണം ഇത് മാത്രമല്ല. അക്ഷരം അറിയത്തില്ലാത്തവൻ, ഹിന്ദി അക്ഷരങ്ങൾ അറിയത്തില്ലാത്തവൻ, വിവരമില്ലാത്തവൻ BJP ഏജൻ്റായിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ നിൽക്കുന്നു ഉൾപ്പെടെ എന്തെല്ലാം അൻവർ പറഞ്ഞു. ഇതെല്ലാം മറന്നിട്ട് KC അൻവറിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒരു കൂടിക്കാഴ്ച സമ്മതിച്ചു അല്ലേ, നമ്മൾ കണ്ടതാ. സതീശൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് KC പിന്മാറിയത് എന്ന് പിറ്റേന്ന് അൻവർ പറഞ്ഞു. അതിൽ കാര്യമുണ്ടാവും. KC പറഞ്ഞു കാണും, ഇങ്ങനെയൊക്കെ ഈ ഭീഷണി എന്നോട് വെറുക്കണം കേട്ടോ, എന്നോട് ദേഷ്യം വെക്കരുത്, എന്നെ കൊടുക്കാൻ നോക്കരുത്, സതീശൻ കാരണമാണെന്ന് പറഞ്ഞ് അൻവറിനെ പ്രസാദിപ്പിച്ച് കാണും. KPCC പ്രസിഡൻറ്റിനെ നിശ്ചയിക്കാൻ പോലും സ്വാധീനിക്കുന്നതിന് പിണറായിക്ക് കഴിയുന്നുണ്ട്. അത് KC ഒരു വഴിയാണ്. കാരണം KC വേണുഗോപാലിൻ്റെ സോളാർ അഴിമതിയായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങൾ, അജിത് കുമാറുമായിട്ട് ഇടപെട്ട കാര്യങ്ങളും എല്ലാ രേഖകളും പിണറായിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് KPCC പ്രസിഡന്റ് ആരായിരിക്കണമെന്ന കാര്യത്തിൽ ആലോചന വന്നപ്പോൾ ഒന്നിനും കൊള്ളാത്ത ആൻ്റണിയെ വെക്കണമെന്നും തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആൻ്റണി പ്രസിഡൻ്റായാൽ കോൺഗ്രസിന് വലിയ തകർച്ച വരുമെന്നും പരാജയം വരുമെന്നും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിക്കാൻ പറ്റുമെന്നുള്ള കണക്ക് കൂട്ടൽ പിണറായിക്കുണ്ട്. അതുകൊണ്ട് KC വേണുഗോപാലിനെ സ്വാധീനിച്ചാണ് ആൻ്റണിയെ KPCC പ്രസിഡൻ്റാക്കാൻ വളരെയേറെ ശ്രമം നടന്നത്. അത് KCയുടെ നോമിനിയായിരുന്നു. പക്ഷേ പിന്നീട് അത് ചീറ്റിപ്പോയി. അത് മറ്റൊരു കാര്യം. അങ്ങനെ പലതരത്തിലും പിണറായി കോൺഗ്രസിനുള്ളിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളായി മാറി. അങ്ങനെ പിണറായി വിജയൻ KC വേണുഗോപാലിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയാണ്. അതാണ് എൻ്റെ വാദം. ആർക്ക് നിഷേധിക്കാൻ പറ്റുമത്? തെളിവുകൾ, രേഖകളൊക്കെ അതിനുണ്ട്. KC വേണുഗോപാൽ ഈ അജിത് കുമാറിനെ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്നുള്ളതും സോളാർ അഴിമതിയിൽ ബന്ധമെന്നുള്ളതും ഉള്ള തെളിവുകളുണ്ട്. അതിൻ്റെ ഓഡിയോ ക്ലിപ്പുകളുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഈ അജിത് കുമാറിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഇടയ്ക്ക് പുറത്ത് വിട്ടൊരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയ വ്യാപകമായതാണ്. അതൊന്ന് കേട്ട് നോക്കിക്കേ. അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് KC വേണുഗോപാലുമായിട്ടും K സുരേന്ദ്രനുമായിട്ടും ഒക്കെ MR അജിത് കുമാറിനുള്ള അടുത്ത ബന്ധങ്ങൾ, ഇടപാടുകളെക്കുറിച്ച് ഒന്ന് കേട്ട് നോക്ക്. രാഷ്ട്രീയകാരിലെ KC വേണുഗോപാൽ സാറും K സുരേന്ദ്രൻ സാറും അടുത്ത സുഹൃത്തുക്കളാണ് പുള്ളിയുടെ. ഏറെ ഇതിനകത്ത് തന്നെ സരിത കേസ് ഉണ്ടല്ലോ സാർ, CBI അന്വേഷിച്ചിട്ടും വേണുഗോപാൽ അടക്കമുള്ള എല്ലാ പ്രമുഖരും കുറ്റവിമുക്തരാക്കപ്പെട്ടതിന്റെ കാരണക്കാരനും അജിത് സാർ തന്നെയാണ്. കേസിൽപ്പെട്ട എല്ലാ പ്രമുഖരും നിസ്സാരതയായിട്ട് ഈ പാവം സ്ത്രീയെ ശാരീരികപരമായിട്ടും മാനസികമായിട്ടും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചില മാന്യന്മാരെ മറ്റുള്ളവരിൽ നിന്ന് ആ സ്ത്രീ കൈപ്പറ്റിയ പണം മുഴുവൻ കവർ ചെയ്യുകയും ചെയ്തു സാർ. അപ്പോൾ വർഷങ്ങളോളം അവൻ ജയിലിൽ തന്നെ കിടന്നു. ജാമ്യം കിട്ടി പുറത്തു വന്നപ്പോൾ കേരള പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു. പിന്നീടാണ് CBI കേസ് ഏറ്റെടുത്തത്. അപ്പോൾ ഈ സരിതയുമായിട്ട് ഈ കാലഘട്ടത്തിനിടയ്ക്ക് അജിത് സാർ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു സാർ. ഈ CBI കേസ് ഏറ്റെടുത്തപ്പോഴേക്കും സരിത നിത്യവർദ്ധിക്ക് പോലും പണമില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്ന സമയം എനിക്കറിയാം. KC വേണുഗോപാൽ സാറിന്റെ നിർദ്ദേശപ്രകാരം അജിത് സാർ സരിതയെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കേസ് ആര് അന്വേഷിച്ചാലും ഒരാളും കുറ്റവാളിയാവില്ലെന്നും പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു സാർ.
സാർ ഈ പറയുന്ന പോലെ പല രീതിയിൽ കേരള പോലീസിന് കൊടുത്ത മൊഴിയിൽ നിന്ന് ചില്ലറ മാറ്റം വരുത്തി പറഞ്ഞാൽ സരിതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ പണം പ്രതികളിൽ നിന്ന് വാങ്ങി കൊടുക്കാമെന്നും പുള്ളി പറഞ്ഞതാണ്. അപ്പൊ അതിനും ഞാൻ സാക്ഷിയാണ്. ഈ വാക്ക് വിശ്വസിച്ച് CBIയുടെ കാതലായ പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഓർമ്മയില്ല എന്ന സരിതയുടെ മറുപടി കാരണം അങ്ങനെയാണ് കാരണം. അപ്പോൾ അങ്ങനെയാണ് ജയിലിലേക്ക് പോകേണ്ടിയിരുന്ന പലരും ഇന്ന് അസംബ്ലിയിലും പാർലമെന്റിലും വീണ്ടും എത്തിയത്. ആ ഇടപാടുകളെല്ലാം പുറത്തു വന്നാൽ ആദ്യം അടി കിട്ടും സതീശനും KC വേണുഗോപാലിനുമാണ്. സതീശനെതിരെയുള്ള വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങൾ തെളിവടക്കം അന്ന് അൻവർ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് പിണറായിയുടെ കയ്യിലുണ്ട്, ഇതിൻ്റെ രേഖകളല്ല. അതുകൊണ്ട് സതീശനെ വരച്ചവരെ നിർത്താൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പിണറായിക്ക് പറ്റും. സതീശനെതിരെയുള്ള ആ അഴിമതിയുടെ തെളിവുകളെല്ലാം കൃത്യമായി എടുത്തുകൊണ്ട് സതീശൻ്റെ രാഷ്ട്രീയ ജീവിതം മൊത്തത്തിൽ പൂട്ടാനുള്ള വഴി പിണറായിക്ക് കയ്യിലുണ്ട് എന്നതുകൊണ്ട് അൻവറിനെ അടുപ്പിക്കരുത് എന്ന് പിണറായി കൽപ്പിച്ചാൽ അനുസരിക്കേ പറ്റൂ സതീശൻ. അതാണ് സതീശൻ ശക്തമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റിനെതിരെ പിണറായിക്കെതിരെയുള്ള വോട്ടുകളെല്ലാം സമാഹരിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അൻവറിനെ കൂട്ടുന്നില്ല. കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും ഒരു വിഷയമല്ല, തൻ്റെ രാഷ്ട്രീയ ഭാവി നോക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പിണറായിക്ക് വിധേയപ്പെട്ട് ആ ബ്ലാക്ക് മെയിലിന് ഇരയായി നിൽക്കുന്ന ദയനീയ സ്ഥിതി, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.